എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജാതിമത വ്യത്യാസമില്ലാതെ ലോകമെമ്പാടുമുള്ള മലയാളികൾ തങ്ങളുടെ ദേശീയ ഉത്സവമായി കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് ഓണം. ചതിയും പൊളിവചനങ്ങളും ഇല്ലാതിരുന്ന സമ്പൽ സമൃദ്ധമായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി കടന്നുവരുന്ന ഓണം മലയാളികൾക്ക് ഇന്നും ഒരു മധുരാനുഭവമാണ്. ആ മധുരാനുഭവങ്ങളെ പുനർജനിപ്പിക്കുവാൻ ഈ മാറിയ കാലത്തും മലയാളി മനസ്സുകൊണ്ട് തയ്യാറാകുമ്പോൾ പഴയകാല ഓണം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ പണ്ട് മുതൽ ഇടവമാസം മുതൽ കർക്കിടകം അവസാനിക്കുന്നത് വരെ മഴക്കാലമാണ്. പ്രത്യേകിച്ചും കർക്കിടകത്തിൽ സൂര്യനെ കണി കാണാൻ പോലും കിട്ടാത്ത ആ കാലത്ത് മഴ തോരാതെ പെയ്യുന്നത് കാരണം ആളുകൾക്ക് ജോലിക്ക് പോലും പോകാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണല്ലോ കർക്കിടകത്തെ പഞ്ഞമാസം എന്ന് വിളിക്കുന്നത്. കർക്കിടകം ദുർഘടം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. കർഷകർക്കായിരുന്നു കർക്കിടകത്തിന്റെ ദുരിതം കൂടുതലും. കടുത്ത മഴയും കാറ്റും പ്രതീക്ഷകളെ ചവിട്ടിയരച്ചുകൊണ്ട് കടന്നുപോകും. ഞാറ്റുവേലയ്ക്ക് വിതച്ച വിത്ത് നശിക്കാതെയും വിള നശിക്കാതെയും ഇരിക്കാൻ കർഷകർ പ്രാർത്ഥനയോടെ ഉറക്കമുളച്ചിരിക്കുന്ന മാസം. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവരുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. എങ്കിലും അതിനു പിന്നിൽ പ്രതീക്ഷയുടെ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. പൊന്നിൻ ചിങ്ങത്തിനുള്ള പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പ് കൂടിയായിരുന്നു കർക്കിടകം. ഈ അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം വരുന്നത് ചിങ്ങം പുലരുന്നതോടുകൂടിയാണ്. കാറ്റും കോളുമൊക്കെ മാറി അന്തരീക്ഷം തെളിയുന്നതോടെ കൊയ്ത്തായി മെതിയായി അതിൻ്റെയൊക്കെ ആവേശവും ആരവവുമായി. അതുകൊണ്ടാണ് തുടർന്ന് വരുന്ന ഓണത്തെ വിളവെടുപ്പ് ഉത്സവമായി വിശേഷിപ്പിക്കുന്നത്. എങ്കിലും കേരളത്തിൽ വിളവെടുപ്പിനേക്കാൾ അതിന്റെ വ്യാപാരത്തിനായിരുന്നു പ്രാധാന്യം. കർക്കിടക മാസത്തിന് ശേഷം മാനം തെളിയുന്ന ഈ കാലത്താണ് പണ്ട് വിദേശ കപ്പലുകൾ സുഗന്ധദ്രവ്യ വ്യാപാരത്തിനായി കേരളത്തിൽ കൂടുതലായി എത്തിയിരുന്നത്. വിദേശ നാണ്യം എന്ന സ്വർണം കൊണ്ടുവരുന്ന ഈ മാസത്തെ പൊന്നിൻ ചിങ്ങമെന്നും ഓണത്തെ പൊന്നോണമെന്നും വിളിക്കാനുള്ള കാരണം അതാണ്. ഓണത്തിന്റെ പ്രധാന ആഘോഷങ്ങളിൽപ്പെട്ട ഒന്നാണ് അത്തപ്പൂവിടൽ. തിരുവോണ ദിവസം എഴുന്നള്ളി വരുന്ന മാവേലി തമ്പുരാനെ സ്വീകരിക്കുവാൻ അത്തം മുതൽ ആരംഭിക്കുന്ന ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത്തപ്പൂവിടൽ. പ്രധാനമായും സ്ത്രീകളും കുട്ടികളുമാണ് അത്തപ്പൂക്കളം ഒരുക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. മുറ്റത്ത് തറയുണ്ടാക്കിയ ചാണകം മെഴുകാൻ പാടുള്ളൂ എന്നാണ് വെയ്പ്പ്. ചുവന്ന് പൂവിടാനും പാടില്ല. രണ്ടാം നാൾ 2 ഇനം പൂവുകൾ, മൂന്നാം നാൾ 3 ഇനം പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസവും പൂവുകളുടെ ഇനം കൂടുന്നതിനനുസരിച്ച് പൂക്കളത്തിന്റെ വലിപ്പവും കൂടി വരും. ചോതിനാൾ മുതൽ മാത്രമേ ചെമ്പരത്തി പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. ഉത്രാട നാളിൽ പരമാവധി വലിപ്പത്തിൽ പൂക്കളം ഒരുക്കണമെന്നും മൂലം നാളിൽ ചതുരാകൃതിയിൽ വേണമെന്നുമാണ് വിശ്വാസം. പണ്ട് കാലത്ത് ഇതൊക്കെ ഒരു പരിധി വരെ ഇതുപോലെയൊക്കെ തന്നെ അനുവർത്തിച്ചിരുന്നുവെങ്കിലും പിൽക്കാലത്ത് അതിനൊക്കെ സ്വാഭാവികമായും മാറ്റം വന്നു. കഴുത്തിൽ തൂക്കിയിട്ട പൂക്കൂടയുമായി പറമ്പിൽ പൂ പറിക്കാൻ നടന്നിരുന്ന കാലം പഴയ തലമുറയ്ക്ക് ഇന്നും ഒരു മധുരമുള്ള സ്മരണയാണ്. അന്ന് തൊടിയിൽ നിന്നുമൊക്കെ പൂ എറുത്തു കൊണ്ടുവന്നിരുന്ന സ്ഥാനത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂ കൊണ്ടൊരുക്കുന്ന പൂക്കളങ്ങളാണ് ഇന്ന് നാട്ടിൻപുറങ്ങളിൽ പോലും കാണാൻ കഴിയുന്നത്. കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണമെങ്കിലും പ്രാദേശിക വ്യത്യാസങ്ങളുള്ള ചടങ്ങുകളാണ് ഓണത്തിനുള്ളത്. എങ്കിലും മഹാബലി എഴുന്നള്ളി വരുമെന്ന് വിശ്വസിക്കുന്ന തിരുവോണത്തിനാണ് പ്രാധാന്യം. സാധാരണയായി തിരുവോണ പുലരിയിൽ കുളിച്ച് കോടിവസ്ത്രമണിഞ്ഞ് പൂക്കളത്തിന് മുൻപിലെ ആവണി പലകയിലിരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഓണനാളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചടങ്ങായിട്ടാണ് ഇത് കരുതപ്പെട്ടിരുന്നത്. തൂശനിലയിൽ ദർഭപുല്ല് വിരിച്ച് തൃക്കാക്കര അപ്പനെ ഇരുത്തുകയും അദ്ദേഹത്തിന് അട നിവേദിക്കുകയും ചെയ്യുന്നു. തൃക്കാക്കര ക്ഷേത്രത്തിലെ തിരുവോണ ചടങ്ങുകളിൽ ഏറെ പ്രധാനമുള്ളതാണ് മഹാബലി ചക്രവർത്തിയെ വരവേൽക്കുന്നത്. വാമനന്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന അർത്ഥത്തിലാണ് തൃക്കാക്കര ഉണ്ടായതെന്നാണ് ഐതിഹ്യം. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്നും തുടർന്നു വരുന്ന ഒരു ചടങ്ങാണ് തിരുവോണ നാളിൽ തൃക്കാക്കര അപ്പനെ ഒരുക്കുന്നത്. പാലക്കാട് ഭാഗത്ത് ഇത് ഉത്രാടം നാളിലെ തുടങ്ങും. ഓണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മണ്ണുകൊണ്ട് തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കി അരിമാവ് തൂകി തൂശനിലയിൽ കൃഷ്ണകിരീടവും കാശിത്തുമ്പയും കുത്തി 3 നേരവും തൃക്കാക്കരയപ്പനെ പൂജിക്കും. ഓണത്തലേന്ന് സന്ധ്യയ്ക്ക് മുൻപ് പൂമുഖത്ത് വയ്ക്കും. അരിമാവ് കൊണ്ട് കോലം വരച്ച് അതിനു മുകളിലാണ് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നത്. മഹാബലിയെ വരവേൽക്കുന്നതിനായാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് വിശ്വാസം. അടയും പഴവും അരിയും കൊണ്ട് ഗൃഹനാഥൻ തന്നെ തൃക്കാക്കരയപ്പനെ പൂജിക്കുകയും ഓണം കഴിഞ്ഞാൽ ജലാശയത്തിൽ നിമഞ്ജനം ചെയ്യുകയും ചെയ്യും. തൃക്കാക്കരയപ്പൻ ആരാണെന്നുള്ളത് ഇന്നും വ്യക്തമല്ല. മാവേലിയാണെന്നും അതല്ല മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനമൂർത്തിയാണെന്നും വിശ്വസിച്ചു പോരുന്നുണ്ട്. ഓണം എന്നാൽ പ്രധാനം ഓണസദ്യ തന്നെ. ഉണ്ടറിയണം ഓണം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. വീട്ടിലുള്ളവർക്കും വിരുന്നുകാർക്കും വളർത്തുമൃഗങ്ങൾക്കും എന്തിന് ഉറുമ്പിന് പോലും ഓണസദ്യ നൽകണമെന്നതാണ് ശാസ്ത്രം. ഉപ്പേരി, പഴം, പപ്പടം, പായസം തുടങ്ങി 12-ലധികം വിഭവങ്ങൾ ചേരുന്നതാണ് ഓണസദ്യ. ചോറ്, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, രസം, അവിയൽ, തോരൻ, ഇഞ്ചി, മാങ്ങ, നാരങ്ങ, അച്ചാറുകൾ, പായസം എന്നിവ ചേരുന്ന സദ്യ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ഒരു അനുഭവമായിരുന്നു. സദ്യ തൂശനിലയിൽ തന്നെ വേണമെന്നാണ് ചട്ടം. എന്നു മാത്രമല്ല ഓരോ വിഭവവും ഇലയുടെ ഏത് ഭാഗത്ത് വിളമ്പണമെന്നുമൊക്കെ ചട്ടമുണ്ട്. അതുപോലെ തന്നെ ഓണപ്പലഹാരം. ഓണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഓണപ്പലഹാരം ഉണ്ടാക്കി ടിന്നുകളിലാക്കി വെക്കും.
ഇന്ന് പക്ഷേ എല്ലാം ചടങ്ങായി മാറിയതോടെ ഓണസദ്യയുടെയും ഓണപലഹാരത്തിന്റെയും രുചി പോലും മാറി. ഓണം അനുഷ്ഠാന കലകളുടെ കാലം കൂടിയാണ്. ഓണത്തെയ്യം, ഓണത്തുള്ളൽ, ഓണേശ്വരൻ തുടങ്ങി ഓണവുമായി ബന്ധപ്പെട്ട കലകൾ നിരവധിയാണ്. അതിൽ പ്രധാനമാണ് ഓണത്തെയ്യം. തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിലാണ് ഓണത്തെയ്യം മുഖ്യമായും കെട്ടിയാടുന്നത്. മഹാബലി സങ്കല്പത്തിലുള്ള ഈ നാട്ടുദൈവത്തിന് ഓണത്താർ എന്നാണ് പേര്. വണ്ണാർ സമുദായത്തിൽപ്പെട്ട ചെറിയ ആൺകുട്ടികളാണ് ഓണത്താർ കെട്ടിയാടുന്നത്. ഉത്രാടം, തിരുവോണം എന്നീ നാളുകളിലാണ് പ്രധാനമായും ഓണത്താർ കെട്ടുന്നത്. മുഖത്ത് തേപ്പും ചെറിയ മുടിയും വലതു കൈയിൽ മണിയും ഇടതു കൈയിൽ ഓണവില്ലുമായി വീടുതോറും എത്തുന്ന തെയ്യം കൊട്ടിപ്പാടിയാടും. അസുര ചക്രവർത്തിയായ മഹാബലിയുടെ ചരിതമാണ് ഓണത്താർ പാട്ടിന്റെ ഉള്ളടക്കം. പ്രധാനമായും കണ്ണൂർ ഭാഗത്താണ് ഈ തെയ്യം പ്രചാരത്തിലുള്ളത്. വേലർ സമുദായത്തിൽപ്പെട്ടവർ അവതരിപ്പിക്കുന്ന ഈ കലയ്ക്ക് ഓണം തുള്ളൽ എന്നുകൂടി പേരുണ്ട്. വേലൻ, വേലത്തി, 10 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി, കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പുരുഷൻ എന്നിവരാണ് സാധാരണയായി കളിസംഘത്തിൽ ഉണ്ടാവുക. നാട്ടിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിനു മുന്നിൽ ആദ്യ പ്രകടനം നടത്തിയ ശേഷമാണ് വീടുകൾ കയറുക. ഓട്ടുകിണ്ണത്തിന്റെ പേനാക്കത്തി പോലെയുള്ള സാധനം കൊണ്ട് പുരുഷന്മാർ കൊട്ടുമ്പോൾ വേലത്തി കൈത്താളമിടും. പെൺകുട്ടി കുരുത്തോല കൊണ്ട് നിർമ്മിച്ച ചാമരം വീശി നൃത്തം ചെയ്യും. ഗണപതി, സരസ്വതി എന്നിവരെ വന്ദിച്ചുകൊണ്ടുള്ള പാട്ടോടെയാണ് തുടക്കം. അത് കഴിഞ്ഞാൽ മാവേലിയുടെ വരവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പാടും. തുടർന്ന് സന്താനഗോപാലം പാനയിലെ വൈകുണ്ഠ ദർശനം മുഴുവൻ പാടും. പിന്നീട് വേലത്തി, അമ്മാനാട്ടം, പാറാവളയം, കുടനിവർത്തൽ, അറവുകാരൻ എന്നീ കലാപ്രകടനങ്ങൾ നടത്തുന്നു. നാടിനും നാട്ടാർക്കും വീട്ടുകാർക്കും ക്ഷേമ ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ടാണ് വേലൻ തുള്ളൽ അവസാനിക്കുന്നത്. കോട്ടയം ജില്ലയിലെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഇത് പ്രചാരത്തിലുള്ളത്. ഓണത്തെയ്യത്തിൽ തന്നെ സംസാരിക്കാത്ത തെയ്യമാണ് ഓണപ്പൊട്ടൻ അഥവാ ഓണേശ്വരൻ. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനുമാണ് ഓണേശ്വരൻ വീടുകൾ തോറും കയറിയിറങ്ങുന്നത്. മുഖത്ത് ചായം പൂശി കുരുത്തോലയും പിടിച്ച് കൈതോല നാരുകൊണ്ട് താടിയും മുടിയും കിരീടവും കൈവിളയും അണിഞ്ഞെത്തുന്ന ഓണേശ്വരൻ ഒരിടത്തും നിൽക്കാറില്ല. താളം ചവിട്ടുകയും ഓടുകയും ചെയ്തുകൊണ്ടിരിക്കും. ഓണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ, യുവാക്കൾ, പുരുഷന്മാർ, സ്ത്രീകൾ എന്നിവർ ഏർപ്പെടുന്ന വിവിധ ഇനം കളികളാണുള്ളത്. കുട്ടികളുടെ ആട്ടക്കളം കുത്തൽ, സ്ത്രീകളുടെ കൈകൊട്ടിക്കളി, പുരുഷന്മാരുടെ പുലികളി, തുമ്പിത്തുള്ളൽ, ഓണത്തല്ല്, ഓണക്കളി, കമ്പിത്തായം കളി, അരക്കളി, നായയും പുലിയും വയ്ക്കൽ, തലപ്പന്ത് കളി, കിളിത്തട്ടുകളി, വടംവലി, വള്ളംകളി എന്നിങ്ങനെ വിവിധ ഇനം കളികളുണ്ട്. തിരുവോണ ദിവസം ഓണസദ്യയ്ക്ക് ശേഷമാണ് കളികളുടെ തുടക്കം. ഇതിൽ പല കളികളും ഇന്ന് നിലച്ച മട്ടാണ്. ചില കളികൾ ചില പ്രദേശങ്ങളിൽ പഴയ കാലത്തെ പോലെ തന്നെ തുടർന്നു വരുന്നുണ്ട്. ഓണം ആഘോഷങ്ങളുടെ കാലമാണെന്ന് പറയുമ്പോൾ അതിന് തുടക്കം കുറിക്കുന്നത് കർക്കിടകത്തിലാണ്. കാലിയന് വെക്കൽ എന്ന ചടങ്ങോടെയാണ് തുടക്കം. കർക്കിടകത്തിന്റെ അധിപനായിട്ടാണ് കാലിയനെ വിശ്വസിച്ചു പോരുന്നത്. കാലിയൻ കോപിച്ചാൽ കർക്കിടകം കലങ്ങുമെന്നും പ്രീതിപ്പെട്ടാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നുമാണ് കരുതി പോരുന്നത്. നമുക്ക് പ്രിയപ്പെട്ട ആഹാരം കാലിയന് സമർപ്പിക്കലാണ് കാലിയന് വെക്കൽ. ഒരു ചിരട്ടയിൽ കാലിയന് സമർപ്പിച്ച് മാവില, പ്ലാവില, കൂവയില, പച്ചയീർക്കൽ, വാഴത്തട എന്നിവ കൊണ്ട് കാള, നുകം, കലപ്പ, കൈക്കോട്ട്, പാളത്തൊപ്പി എന്നിവയുണ്ടാക്കി ആഹാരത്തോടൊപ്പം ത്രിസന്ധ്യയിൽ കാലിയന് സമർപ്പിക്കുമ്പോൾ ആർപ്പും കുരവയും വാദ്യാഘോഷങ്ങളും മുഴങ്ങും. കലിയനോ കലിയൻ, കനിയണേ ഭഗവാൻ എന്ന് ഉച്ചത്തിൽ വിളിക്കുകയും ചെയ്യും. പണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കാലിയന് വെക്കൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് മലബാറിലെ ചില പ്രദേശങ്ങളിൽ മാത്രം ഒറ്റപ്പെട്ട നിലയിലെ കലിയന് വെക്കലുള്ളൂ. എഴുതപ്പെട്ട രേഖകൾ, പ്രായമായവർ പകർന്നു തന്ന നാട്ടറിവുകൾ, ചരിത്രകാരന്മാരുടെ വിശദീകരണങ്ങൾ ഒക്കെ ചേർത്ത് വെക്കുമ്പോൾ പഴയകാല ഓണത്തിന്റെ 7 അയലത്ത് വരില്ല പുതിയ ഓണം. അങ്ങനെ എല്ലാ നിലയിലും കള്ളവും ചതിയുമില്ലാതെ, പൊളിവചനങ്ങളില്ലാതെ ജനങ്ങൾ ഒന്നാകെ ആമോദത്തോടെ വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ പുതുകലാണ് ഓണം. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു ഓണക്കാലം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.